ഗോവയിലെ പെർണം തുരങ്കത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് താറുമാറായ ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമം തുടരുന്നു. രാത്രി 8 മണിയോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് റെയിൽവേ. കൊങ്കൺ പാത വഴിയുള്ള 3 ട്രെയിനുകൾ റദ്ദാക്കുകയും 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, ഏതൊക്കെ ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്, ഏതൊക്കെയാണ് വഴിതിരിച്ചുവിട്ടിരിക്കുന്നത്? 8 മണിയോടെ പ്രശ്നം പരിഹരിക്കാനാവുമോ? കീർത്തന, നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും തുടരുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായതാണ് നിലവിലെ വെല്ലുവിളിയായി റെയിൽവേ പറയുന്നത്. നിലവിൽ 3 ട്രെയിനുകളാണ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ലോകമാന്യ തിലകിലേക്ക് സർവീസ് നടത്തേണ്ട 163-46 എന്ന നമ്പറിലുള്ള ട്രെയിനാണ് റദ്ദാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു 2 ട്രെയിനുകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. അതായത് 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം എക്സ്പ്രസും 126-19 ലോകമാന്യ തിലക് മംഗളൂരു എക്സ്പ്രസുമാണ് റദ്ദാക്കിയ ആകെ 3 ട്രെയിനുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും സർവീസ് ആരംഭിക്കേണ്ട 10 ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. കേരളത്തിലേക്ക് വിവിധയിടങ്ങളിൽ നിന്ന് വരേണ്ട 8ഓളം ട്രെയിനുകളും വഴിതിരിച്ചു വിട്ടതായി പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം മലബാറിലേക്കുള്ള ട്രെയിൻ ദുരിതം അത് ഇപ്പോഴും തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് രാവിലെ 7:45 എറണാകുളത്ത് നിന്നും ഉള്ള ഒരു ട്രെയിൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം 11 മണിക്കാണ്. ഈ 11 മണിയുടെ ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 5:15 കണ്ണൂർക്കുള്ള അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മണിക്കൂറുകൾ ആളുകൾ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. മധ്യ കേരളത്തിലേക്ക് പൊതുവെ ട്രെയിനുകൾ കുറവാണ്. ദീർഘദൂര ട്രെയിനുകളെയാണ് ആളുകൾ കൂടുതലായി ആശ്രയിക്കുന്നത്. ആ ദീർഘദൂര ട്രെയിനുകൾ കൂടി വഴിതിരിച്ചു വിട്ടതോടെ സാധാരണക്കാരായ ആളുകൾ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് രാത്രിയോടെ പ്രശ്നം പരിഹരിച്ചാൽ നാളെയോടുകൂടി റെയിൽവേ ഗതാഗതം സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരെല്ലാം ഉള്ളത്. ശരി രാഹുൽ, ഗോവയിലെ പെർണം തുരങ്കത്തിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് താറുമാറായ ട്രെയിൻ ഗതാഗതം ഇന്ന് രാത്രി 8 മണിയോടെ പുനഃസ്ഥാപിക്കാനാകും, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.